ആധുനിക യുദ്ധരംഗത്തെ ഏറ്റവും നിർണായകമായ സാങ്കേതിക വിദ്യകളിലൊന്നായി ഡ്രോണുകൾ മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് വെറും നിരീക്ഷണത്തിനും പരിമിതമായ സൈനിക ദൌത്യങ്ങൾക്കുമായി മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ആളില്ലാ വിമാനങ്ങൾ ഇന്ന് യുദ്ധത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന ശക്തിയായി വളർന്നിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം മുതൽ പശ്ചിമേഷ്യയിലെ കനത്ത സംഘർഷങ്ങൾ വരെ പരിശോധിച്ചാൽ ഡ്രോണുകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇപ്പോൾ ഡ്രോൺ സാങ്കേതിക വിദ്യയെ സൈനിക മേഖലക്കപ്പുറം സിവിലിയൻ വികസനത്തിന്റെ ഭാഗമാക്കാനുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ പ്രതിരോധ സായുധസേന ലോജിസ്റ്റിക് മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ച ഒരു സുപ്രധാന തീരുമാനമാണ് ഈ മാറ്റത്തിന് തുടക്കമിട്ടത്. മന്ത്രാലയത്തിനുള്ളിൽ പ്രത്യേക ഡ്രോൺ പിന്തുണാ കേന്ദ്രം സ്ഥാപിക്കുമെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ വകുപ്പുകൾക്കും സൈനികേതര സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാ സിവിലിയൻ ഡ്രോൺ സേവനങ്ങളുടെയും കേന്ദ്രമായി ഈ സംവിധാനം പ്രവർത്തിക്കും. അതായത് ഡ്രോണുകളെ വെറും യുദ്ധോപകരണങ്ങളായി മാത്രം കാണാതെ സാമ്പത്തിക വികസനത്തിനും പൊതുസേവനങ്ങൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള പുതിയൊരു ഘട്ടത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ കടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇറാനിയൻ റെഡ് ക്രോസ് സൊസൈറ്റിക്ക് ആദ്യത്തെ പ്രത്യേക ഡ്രോൺ ഫ്ലീറ്റ് പ്രതിരോധ മന്ത്രാലയം കൈമാറിക്കഴിഞ്ഞു. ഭൂകമ്പം, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ വലിയ ദുരന്ത സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് സുരക്ഷിതമായി എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനും ഇത്തരം ഡ്രോണുകൾ സഹായിക്കും. കൃഷി, പരിസ്ഥിതി സംരക്ഷണം, ഭൂമിശാസ്ത്ര പഠനം, മാപ്പിംഗ് തുടങ്ങിയ മേഖലകളിലും ഈ ഡ്രോണുകൾ വലിയ മാറ്റമുണ്ടാക്കും. എന്നാൽ ഈ വികസനത്തിന് പിന്നിൽ ശക്തമായ സുരക്ഷാ കാരണങ്ങളുമുണ്ട്. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സിവിലിയൻ ഡ്രോണുകൾ രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാകാനും ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ടെന്ന് ഇറാൻ കരുതുന്നു. ഇതിനായി സിവിലിയൻ ഡ്രോണുകളുടെ ഉപയോഗം കൃത്യമായി നിരീക്ഷിക്കാനും നിയമപരമായി നിയന്ത്രിക്കാനുമുള്ള സമഗ്രമായൊരു നിയമനിർമ്മാണത്തിനും രാജ്യം ഒരുങ്ങുകയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും നേരിടുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര സാങ്കേതിക വിദ്യകളെ ആശ്രയിച്ച് പുതിയൊരു വ്യവസായ മേഖല സൃഷ്ടിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് എന്നിവയുമായി ബന്ധിപ്പിച്ച് ഡ്രോൺ കയറ്റുമതി വിപണി പിടിക്കാനും ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. സൈനിക ശക്തിയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ഡ്രോണുകളെ സിവിലിയൻ വികസനത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റാനുള്ള ഇറാന്റെ ഈ പുതിയ നീക്കം ആഗോളതലത്തിൽ തന്നെ ഉറ്റുനോക്കപ്പെടുകയാണ്.